പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPMന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തതിന്റെ വൈരാഗ്യമാണ് ലീഗ് പ്രവർത്തകൻ അഷ്റഫിനെ ആക്രമിച്ചതെന്നും വധശ്രമത്തിന് കാരണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. നട്ടെല്ലിന് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന അഷ്റഫിനെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM അക്രമത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ അഷ്റഫിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചേലേരി. പാർട്ടി പ്രവർത്തന രംഗത്ത് ചങ്കുറപ്പോടു കൂടി പ്രവർത്തിച്ചു വരുന്ന അഷ്റഫിനെ നിർവീര്യമാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് CPM ക്രിമിനലുകൾ അതിക്രൂരമായി ആക്രമിച്ചത്. CPM ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി അഷ്റഫിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എത്തിയത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. നട്ടെല്ലിന് ക്ഷതം പറ്റിയതിനെ തുടർന്നാണ് അഷ്റഫിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം മുസ്ലിം ലീഗ് അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഉപാധ്യക്ഷൻ പൊട്ടൻകണ്ടി അബ്ദുള്ള, നിയോജക മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KA ലത്തീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, സെക്രട്ടറി PK അലി, മുഹമ്മദ് പൂന്തോട്ടം, അനീഫ പാങ്കിൽ, അലി നന്നാറത്ത്, KP അസീസ് എന്നിവരും പരിക്കേറ്റ അഷ്റഫിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അഷ്റഫ് കുറ്റിക്കണ്ടിയിൽ എന്ന മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനെ ഇന്നലെ രാത്രി വളരെ മൃഗീയമായി CPM ഗുണ്ടകൾ ആക്രമിച്ച് തലശ്ശേരി ഇന്ദിരാജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തന രംഗത്ത് ശങ്കുറപ്പോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫിനെ നിർവീര്യനാക്കുക എന്നുള്ള ഗൂഢമായിട്ടുള്ളൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗീയമായി അദ്ദേഹത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 10-ലധികം ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി വന്ന് അഷ്റഫിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഭാഗ്യത്തിനാണ് ആ വധശ്രമത്തിൽ രക്ഷപ്പെട്ടത്. എങ്കിലും നട്ടെല്ലിന് ക്ഷതമേറ്റ് എഴുന്നേറ്റാൽ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 45 വർഷത്തിന് ശേഷം CPMന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്ത് സീറ്റ് ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മുസ്ലിം ലീഗിന് വേണ്ടി പിടിച്ചെടുത്തു എന്നുള്ള ഒറ്റ കാരണമാണ് അഷ്റഫിനെ വധിക്കുന്നതിന് വേണ്ടി CPMന്റെ ക്രിമിനൽ സംഘം ആസൂത്രണം ചെയ്ത് ഈ ആക്രമണം നടപ്പിലാക്കി. ഇതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനും അതിനെ പ്രചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ CPMന്റെ ഗുണ്ടകൾ നടത്തുന്ന ഈ ആക്രമണത്തെ ജനാധിപത്യ വിശ്വാസികൾ അപലപിക്കണം. വധശ്രമത്തിന് കേസുൾപ്പെടുത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം.